ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ചക്രേട്ടൻ. ചക്രേട്ടനല്ല, വിഷ്ണു സാറിന് വിളിച്ച മതി ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നീ ഏതർത്ഥത്തിലാണ് ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വിഷ്ണു സാറ് കോത്തഗിരി പോയ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഒന്ന് എഡിറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ നിന്ന് വീഡിയോസ് ഒക്കെ ഫുള്ള് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിഷ്ണു സാർ പറഞ്ഞു എന്നാ പാടത്ത് മീൻ പിടിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് അങ്ങോട്ട് അവിടെ പോയിട്ട് മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ചെന്നപ്പോഴേക്കും മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും വേണ്ടിയിരിച്ചു. പോണ വഴിക്ക് മീൻ പിടിച്ച മീനൊക്കെ കണ്ട് അവിടുന്ന് ഞങ്ങൾ അടുത്ത ലക്ഷ്യം ചായക്കട പോയിട്ട് ആദ്യം 2 ഉള്ളിവട വന്നു. ഉള്ളിവട കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും 2 ചായയും വന്നു. ചായ വന്നപ്പോഴത്തേനും വിഷ്ണു സാറിന്റെ ഉള്ളിവട എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. സാർ എന്നിട്ട് 2ാമത് ഉള്ളിവടയും മേടിച്ച് ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണു സാർ 2-3 കിക്കറ്റും കൂടി വാങ്ങി തന്നു. അവിടെ നിന്ന് അതും മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നേരെ ഇത് നടുപ്പാടത്തേക്ക് വന്നു. രമണീയമായ കാഴ്ചകൾ കാണിച്ചിരാന്ന് പറഞ്ഞ് വിഷ്ണു സാർ കൊണ്ടുവന്ന് പാടത്തേക്കാണ്. കുറച്ചു നേരം ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ച് ക്രിക്കറ്റും പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വെറുതെ വിഷ്ണു സാറിനോട് പറഞ്ഞു കാണികൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം. അപ്പൊ വിഷ്ണു സാർ പറഞ്ഞു എന്നാൽ നമ്മൾ ട്രാക്ടറിൽ കയറാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രാക്ടറാണെങ്കിൽ ട്രാക്ടറിന്റെ ഡ്രൈവർ നടുപ്പാടത്തെ കൊണ്ടിട്ടിരിക്കുന്നത്. മേത്ത് ചളിയാവനാണെങ്കിൽ വിഷ്ണു സാറിന് ഭയങ്കര അലർജി അത്രേ. അതുകൊണ്ട് ഞങ്ങള് ആ പരിപാടി വേണ്ടാന്ന് വെച്ചു. ട്രാക്ടർ കയറാൻ പറ്റാത്ത ദേഷ്യത്തിന് വിഷ്ണു സാർ എന്തൊക്കെ കാണിച്ചു വിടുന്നുണ്ടായിരുന്നു. വിഷ്ണു സാറിന്റെ കാണിച്ചു വിട്ടിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും വണ്ടിയിലേക്ക് കാക്കോളം എന്തൊക്കെ വന്ന് ഉള്ളിൽ ചളിയൊക്കെ ഉണ്ടാകും. വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും വണ്ടി തിരിച്ചു. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ ചോദിച്ചപ്പോ വണ്ടിയിൽ ഫുൾ ടൈം കണ്ടാണ് എങ്ങോട്ട് വേണമെങ്കിൽ പോവാന്ന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ആ റോഡ് കണ്ടോ, ആ റോഡ് പുതിയതാണ്, ഞാൻ ഇതുവരെ ആ റോഡ് കൂടെ പോയിട്ടില്ല, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വണ്ടി തിരിച്ചു. ഇത് അനങ്ങമള്ള താഴത്തേക്കുള്ള റോഡാണ്, ഇത് കൂടെ ചെന്ന് കഴിഞ്ഞാൽ അനങ്ങമള്ള ചോട്ടിലെത്താന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോ ഒരേട്ടൻ പറഞ്ഞു ഈ റോഡ് എത്രയേ ഉള്ളൂ. ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് പിന്നെയും തിരിച്ചു. പിന്നെ തിരിച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോവാന്നില്ല. റോഡ് പണി റോഡിൽ മൊത്തം പൊടിയാണ്. കാരണം ഞങ്ങൾ വണ്ടി വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ പണിയുള്ള ഭായിമാര് പണി മാറ്റി വീട്ടിൽ പോവാണ്. ഒരു പണിയില്ലാത്ത ഞങ്ങളും വീട്ടിൽ പോവാണ്. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.